എല്ലാവർക്കും നമസ്കാരം. ഈ വീഡിയോയിൽ കഴിഞ്ഞയാഴ്ചത്തെ വിപണിയുടെ പ്രകടനവും വരുന്ന ആഴ്ച എങ്ങനെ ശ്രദ്ധിക്കേണ്ട റെസിസ്റ്റൻസ് സപ്പോർട്ട് ലെവലുകൾ, ഈ ആഴ്ചയിൽ ഹ്രസ്വകാല ലാഭത്തിനായി വാങ്ങിയിരിക്കുന്ന ഓഹരികൾ തുടങ്ങിയ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കൂടാതെ ഞങ്ങളുടെ ദീർഘകാല പോർട്ട്ഫോളിയോയിലേക്ക് എത്തിയ പുതിയ അതിഥിയെ കൂടി നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. കഴിഞ്ഞ ഞായറാഴ്ചത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചിരുന്ന മൂന്നാമത്തെ സപ്പോർട്ട് ലെവലായ 23,261 പോയിന്റിനടുത്ത് നിഫ്റ്റി എത്തുകയും പിന്നീട് ശക്തമായി തിരിച്ചു കയറുകയുമാണ് ഉണ്ടായത്. BSE സെൻസെക്സും NSE നിഫ്റ്റിയും ആഴ്ചയിലെ അവസാന ട്രേഡിംഗ് ദിനത്തിൽ ഗണ്യമായ നേട്ടമുണ്ടാക്കിയതോടെ ആഭ്യന്തര ഇക്വിറ്റി വിപണികൾ നവംബർ 22-ന് ശക്തമായ റാലിക്ക് സാക്ഷ്യം വഹിച്ചു. സെൻസെക്സ് 1961.32 പോയിന്റ് ഉയർന്ന് 79,117.11 നിഫ്റ്റി 557.35 പോയിന്റ് ഉയർന്ന് 23,907.25 ക്ലോസ് ചെയ്തു. ബ്ലൂ ചിപ്പ് ബാങ്കിംഗ് ഓഹരികളിലുള്ള ശക്തമായ വാങ്ങലുകൾ, പോസിറ്റീവ് മാർക്കറ്റ് ട്രെൻഡ്, ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ശക്തമായ വാങ്ങലും റാലിക്ക് ആക്കം കൂട്ടി. കൂടാതെ US വിപണികളിലെ അനുകൂല പ്രവണതകൾ ഇന്ത്യൻ ഇക്വിറ്റികളിലും പ്രതിഫലിച്ചു. ടെക്നിക്കലായി പരിശോധിക്കുകയാണെങ്കിൽ നിഫ്റ്റി 23,263.15 ലെവലിൽ നിന്ന് ശക്തമായ റിവേഴ്സൽ പ്രകടമാക്കിക്കൊണ്ട് ഒരു ബുള്ളിഷ് ക്യാൻഡിൽ പാറ്റേൺ രൂപപ്പെടുത്തി എന്ന് പറയാം. ഇത് സപ്പോർട്ട് സോണിൽ നിന്ന് മുകളിലേക്ക് പോകാനുള്ള സാധ്യതയെ സൂചിപ്പിക്കുന്നു. ഇമ്മീഡിയറ്റ് സപ്പോർട്ട് സോണുകളായി ഇപ്പോഴുള്ളത് 23,500, 23,300 ലെവലുകളാണ്. ഈ രണ്ട് ലെവലുകളിൽ ചെറിയ തോതിലുള്ള വാങ്ങലുകൾ ആവാമെന്നാണ് അനലിസ്റ്റുകൾ കണക്കാക്കുന്നത്. 24,000 ലെവലിന് മുകളിലുള്ള ശക്തമായ നീക്കം നിഫ്റ്റിയെ 24,500, 25,000 എന്നീ ഉയർന്ന ലക്ഷ്യങ്ങളിലേക്ക് നയിക്കുമെന്നും കണക്കുകൂട്ടുന്നു. നിഫ്റ്റിയുടെ മൊമെന്റം ഇൻഡിക്കേറ്ററായ RSI 44-ന് മുകളിലേക്ക് വന്നതും കൂടാതെ സ്റ്റോക്കാസ്റ്റിക് RSIയിൽ കാണുന്ന ബുള്ളിഷ് ക്രോസ് ഓവർ സൂചികയുടെ പോസിറ്റീവ് ട്രെൻഡിനെയാണ് സൂചിപ്പിക്കുന്നത്. 200 ഡേ EMA ശക്തമായ സപ്പോർട്ട് ലെവലായും പ്രവർത്തിക്കുന്നു. ഇത് ചെറിയ തോതിലുള്ള ബുള്ളിഷ് ട്രെൻഡിനുള്ള ആത്മവിശ്വാസം നൽകുന്നു. എന്നിരുന്നാലും നിഫ്റ്റി നിർണായക സപ്പോർട്ട് ലെവലായ 23,200-ന് താഴേക്ക് തകർന്നാൽ കൂടുതൽ തിരിച്ചടി നേരിടേണ്ടി വരും. കാരണം അടുത്ത സപ്പോർട്ട് ലെവലായി കണക്കാക്കുന്നത് 22,800-നടുത്താണ്. എന്നിരുന്നാലും മൊത്തത്തിൽ ഇപ്പോഴത്തെ ടെക്നിക്കൽ സെറ്റപ്പ് വെച്ച് നോക്കുമ്പോൾ വരുന്ന സെഷനുകളിൽ നിഫ്റ്റിയിൽ പോസിറ്റീവ് ഔട്ട്ലുക്ക് ആണ് കാണുന്നതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സൂചിക 24,000 മാർക്കിന് മുകളിൽ സ്ഥിരതയാർജിക്കുകയാണെങ്കിൽ നിഫ്റ്റി 24,500, 25,000 എന്നീ ലക്ഷ്യങ്ങൾ കൈവരിക്കാനുള്ള ഉയർന്ന സാധ്യതയുണ്ട്. എന്തുതന്നെയായാലും നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ലെവലുകൾ ശ്രദ്ധിച്ച് ഉചിതമായ തീരുമാനങ്ങൾ കൈക്കൊള്ളാം. നിഫ്റ്റിയുടെ ഇമ്മീഡിയറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലുകൾ നോക്കാം. ആദ്യ സപ്പോർട്ടായി കണക്കാക്കുന്നത് 23,525-ഉം രണ്ടാമത്തെ സപ്പോർട്ടായി 23,144-ഉം മൂന്നാമത്തെ സപ്പോർട്ട് ലെവലായി 22,928-ഉമാണുള്ളത്. റെസിസ്റ്റൻസ് ആയി ആദ്യം 24,123-ഉം രണ്ടാമതായി 24,338-ഉം മൂന്നാമത്തെ റെസിസ്റ്റൻസ് ലെവലായി 24,720-ഉമാണ് കാണുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ ഹ്രസ്വകാല നിക്ഷേപത്തിനായി എടുത്തിരുന്ന പല ഓഹരികളും ഇപ്പോൾ ചെറിയ ലാഭത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിലും ഒന്നും നിലവിൽ വിറ്റുമാറിയിട്ടില്ല. ഇനി ഞങ്ങൾ ഈ ആഴ്ചയിൽ ഹ്രസ്വകാല ലാഭത്തിനായി നിക്ഷേപത്തിന് പരിഗണിച്ചിരിക്കുന്ന ചില സ്റ്റോക്കുകൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. ഇത് സ്റ്റോക്ക് റെക്കമെൻഡേഷനുകളായി എടുക്കാതെ ഇൻഫോർമേറ്റീവ് പർപ്പസായി മാത്രം കണ്ട് എല്ലാം സ്വയം വിലയിരുത്തി മാത്രം തീരുമാനത്തിലെത്തുക. ആദ്യത്തെ സ്റ്റോക്ക് ആക്സിസ് ബാങ്ക് ആണ്. നിലവിൽ 1,142 രൂപ റേഞ്ചിൽ ട്രേഡ് ചെയ്യുന്ന ഈ സ്റ്റോക്ക് അതിൻ്റെ ഒരു വർഷത്തെ ഉയർന്ന വിലയായ 1,340 രൂപയ്ക്കടുത്തു നിന്നും ഏകദേശം 15% താഴെയാണ് ഇപ്പോഴുള്ളത്. 1,133 രൂപയിൽ വാങ്ങിയിരിക്കുന്ന ഈ സ്റ്റോക്ക് വീണ്ടും താഴുകയാണെങ്കിൽ 1,080, 1,100 റേഞ്ചിൽ വാങ്ങാൻ ഉദ്ദേശിക്കുന്നു. രണ്ടാമത്തെ സ്റ്റോക്ക് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ഈ സ്റ്റോക്ക് അതിൻ്റെ ഒരു വർഷത്തെ ഉയർന്ന വിലയായ 158 രൂപയിൽ നിന്ന്
ഏകദേശം 35% താഴ്ന്നാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ 102 രൂപയിൽ വാങ്ങിയിരിക്കുന്ന ഈ സ്റ്റോക്ക് വീണ്ടും താഴുകയാണെങ്കിൽ 90-95 രൂപ റേഞ്ചിൽ രണ്ടാമതും നിക്ഷേപിക്കാമെന്ന് കരുതുന്നു. മൂന്നാമതായി ശ്രീറാം ഫിനാൻസ് ആണ്. ഇപ്പോൾ 2850 രൂപയ്ക്കടുത്ത് ട്രേഡ് ചെയ്യുന്ന ഈ സ്റ്റോക്ക് അതിൻ്റെ ഒരു വർഷത്തെ ഉയർന്ന വിലയായ 3652 രൂപയിൽ നിന്നും ഏകദേശം 22% താഴെയാണ് ഇപ്പോഴുള്ളത്. 2780 രൂപയിൽ വാങ്ങിയിരിക്കുന്ന ഈ സ്റ്റോക്ക് വീണ്ടും താഴുകയാണെങ്കിൽ 2600-2650 രൂപ റേഞ്ചിൽ രണ്ടാമതും നിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നു. നാലാമതായി ഹിമാദ്രി സ്പെഷ്യാലിറ്റി കെമിക്കലാണ്. ഈ സ്റ്റോക്ക് അതിൻ്റെ ഒരു വർഷത്തെ ഉയർന്ന വിലയായ 689 രൂപയ്ക്കടുത്ത് നിന്നും ഏകദേശം 30% താഴ്ന്നാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. 480 രൂപയിൽ എൻട്രി എടുത്തിരിക്കുന്ന ഈ സ്റ്റോക്ക് വീണ്ടും താഴേക്ക് വന്നാൽ 420-430 റേഞ്ചിൽ വാങ്ങാൻ ഉദ്ദേശിക്കുന്നു. ഹിമാദ്രി സ്പെഷ്യാലിറ്റി കെമിക്കൽ ലിമിറ്റഡിനെ കുറിച്ച് വളരെ വിശദമായി അനലൈസ് ചെയ്തിരുന്ന വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഈ ആഴ്ചയിൽ എൻട്രി എടുത്തിരിക്കുന്ന അഞ്ചാമത്തെ സ്റ്റോക്ക് PFC ആണ്. 440 രൂപയിൽ വാങ്ങിയിരിക്കുന്ന ഈ സ്റ്റോക്ക് ഇപ്പോൾ പ്രോഫിറ്റിലാണുള്ളത്. നമ്മുടെ ചില സുഹൃത്തുക്കൾ ഹ്രസ്വകാല നിക്ഷേപത്തിനായി എൻട്രി എടുക്കേണ്ട സ്റ്റോക്കുകളെക്കുറിച്ച് നിരന്തരം ചോദിച്ചിരുന്നു. അവരോട് പറയാനുള്ളത്, നമ്മൾ ഈ ചാനലിൽ മിക്ക ആഴ്ചകളിലും ഞങ്ങൾ എൻട്രി എടുക്കുന്ന സ്റ്റോക്കുകളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നുണ്ടെങ്കിലും പല ഓഹരികളും വാങ്ങുന്നതും വിൽക്കുന്നതും ചാനലിൽ അപ്ഡേറ്റ് ചെയ്യാൻ കഴിയാറില്ല. കാരണം ഒരാഴ്ചയിൽ തന്നെ ഒരുപാട് ഓഹരികളാണ് വാങ്ങിയും വിറ്റും ലാഭമെടുക്കുന്നത്. എഡിറ്റിങ്ങിലെ കാലതാമസവും മറ്റ് തിരക്കുകളും കാരണം ഈ സ്റ്റോക്കുകളുടെ വിവരങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയാറില്ല. അതിനാൽ ചാനലിൽ മുൻപ് പരിചയപ്പെടുത്തിയിരുന്ന ഓഹരികളുടെ ഒരു വാച്ച് ലിസ്റ്റ് ഉണ്ടാക്കി അവയിൽ നിക്ഷേപത്തിന് അനുയോജ്യമായ നിലയിൽ എത്തിയിട്ടുള്ള ഓഹരികൾ നോക്കി വയ്ക്കാവുന്നതാണ്. ഇവിടെ നമ്മൾ ഹ്രസ്വകാല നിക്ഷേപത്തിനായി മുൻപ് പരിചയപ്പെടുത്തിയിട്ടുള്ള ഓഹരികളെല്ലാം മികച്ചതാണ്. മികച്ച ഓഹരികൾ മാത്രമേ നിക്ഷേപത്തിന് പരിഗണിക്കാറുള്ളൂ. ചാനലിൽ വരുന്ന എല്ലാ വീഡിയോകളും പരമാവധി കാണാൻ ശ്രമിക്കുക. എല്ലാ ആഴ്ചകളിലും വരുന്ന വീഡിയോകളിൽ ദീർഘകാലത്തേക്കും ഹ്രസ്വകാലത്തേക്കുമുള്ള മികച്ച ഓഹരികൾ, കൂടാതെ ഓഹരി വിപണിയുമായി ബന്ധപ്പെട്ട പ്രധാന വിവരങ്ങൾ, റെസിസ്റ്റൻസ്, സപ്പോർട്ട് ലെവലുകൾ എന്നിവയെല്ലാം പ്രതീക്ഷിക്കാം. ഞങ്ങൾ ദീർഘകാലത്തേക്കായി ഇപ്പോൾ വാങ്ങിക്കൊണ്ടിരിക്കുന്ന പുതിയ ഓഹരി ബജാജ് ഹൗസിംഗ് ഫിനാൻസ് ലിമിറ്റഡ് ആണ്. ബജാജ് ഹൗസിങ്ങിനെ കുറിച്ച് വളരെ വിശദമായി പ്രതിപാദിക്കുന്ന വീഡിയോ പ്ലേ സ്റ്റോറിലുണ്ട്. കൂടാതെ ഈ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾക്കായി താൽപ്പര്യപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.